പോൾ ഹായ്. ഇന്നലെ ഒരാള് ഒരു 10-60 മെസ്സേജുകൾ ലൈവില്, അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് കുറേ മെസ്സേജുകൾ, വോയിസുകളാണ് എല്ലാം. കുറേ തെറികളുണ്ട്. അപ്പോൾ അതെടുത്ത് കാണിച്ചിട്ട് ഞാൻ അവരെ ഒന്നും വൈറലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ കാക്ക ചോദിക്കുന്നത് ഇതാണ്: എന്തിനാണ് നീ ഇസ്ലാമിനെ കുറ്റം പറയുന്നത് എന്നാണ് ചോദ്യം. ഇസ്ലാമിനെ ആരും ഒരു കുറ്റവും പറയില്ല, പറയാൻ പറ്റില്ല ഇസ്ലാമിന് കുറ്റമില്ലെങ്കിൽ. പക്ഷേ ഇസ്ലാം അടിമുടി കുറ്റങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ പിന്നെ പറയുന്നതിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും നല്ലത് വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ധൈര്യമായിട്ട് ശരി ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അപ്പോൾ നമ്മൾ പലതവണ കേട്ടതാണെങ്കിൽ പോലും ആ കേട്ടിട്ടില്ലാത്ത ആ വ്യക്തിക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ തുടക്കം തന്നെ പ്ലേ ചെയ്യുവാണ്. ഞാനൊന്നും പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തൃപ്തിയാകും എന്ന് തന്നെ വിചാരിക്കാം. ഇസ്ലാമിനെ കുറിച്ച് ആരും ഒന്നും മോശം പറയുന്നതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് മോശം പറയിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? നിങ്ങളിലെ പുരോഹിതരാണ്. ആ പുരോഹിതർ ഞങ്ങൾ പറയാത്ത, അതല്ലെങ്കിൽ പബ്ലിക് അറിയാത്ത, അന്യമത വിശ്വാസികൾ അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അവഗാഹത്തോടുകൂടി അനാവശ്യങ്ങൾ സംസാരിക്കുമ്പോൾ കുടുംബസമേതം ഇരുന്നത് കേൾക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടണം. ഞങ്ങളായിട്ട് ആരും പറയുന്നതല്ല. ആ മുഹമ്മദ് ഹനീഫ് ഇന്ന് ചിലപ്പോൾ തട്ടമിടും, നാളെ ചിലപ്പോൾ തട്ടമിടത്തില്ല. അത് എൻ്റെ സൗകര്യമാണ്. ഹായ് റെനി. റെനി വന്നോ? ഓക്കെ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. രാജേന്ദ്രൻ, നിധിൻ എല്ലാവർക്കും ഹായ്, സ്വാഗതം. അപ്പോ അതിനുവേണ്ടി മാത്രം ഇസ്ലാമിനെ ആരും മോശം പറയുന്നതല്ല. നിങ്ങൾ പറയുന്നത്ര മോശം, നിങ്ങൾ പറയുന്നത്ര വൃത്തികേടുകൾ പ്രവാചകനെ കുറിച്ച് ഒരാളും പറയില്ല എന്നൊന്ന് മനസ്സിലാക്കുക. രാജേഷ് സുഖമാണ്. ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പെണ്ണിന് എന്താ പറ്റിയെന്ന് അറിയില്ല. ഒന്നും കൂടെ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നും കൂടി കണക്ട് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെയാണ്, ചില നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനെ പടച്ചുള്ളത് തീരെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇബിലീസിനെ വിട്ടിട്ടേ അങ്ങനെയൊക്കെ നമുക്ക് പണി തരുന്നത് എന്ന് വിചാരിക്കാം തൽക്കാലം. പക്ഷെ ഇബിലീസ് ജയിച്ചല്ലേ പറ്റൂ. ഇബിലീസിന് ജയിക്കണ്ടേ? പടച്ചവൻ സൃഷ്ടിച്ചതാണെങ്കിലും ഒടുവിൽ പടച്ചവനെ തന്നെ അതിജീവിക്കും വിധം ഇബിലീസ് വളർന്നില്ലേ? ഇബിലീസിന്റെ വളർച്ചയും നമുക്കൊന്ന് നോക്കാം. ഉടുപ്പ്, ബെഡ്ഷീറ്റ്. പെണ്ണിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ കിടക്കണം. ഖുർആൻ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ്, മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ, പുരുഷന്മാരുടെ മുകളിൽ. മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിലെ പുരോഹിതന്മാർ പബ്ലിക്കിൽ വന്നിട്ട് ഈ രൂപത്തിലുള്ള വഷളത്തരങ്ങളും വൃത്തികേടുകളും അവരുടെ സമുദായത്തെ പഠിപ്പിക്കുന്ന ക്ലാസുകൾ ഉണ്ടെങ്കിൽ എടുത്ത് ഞങ്ങൾക്ക് ഇട്ടുതരൂ. ഞങ്ങൾ തന്നെ അവരെ എടുത്ത് വിമർശിക്കാം. കാരണം അവർക്ക് കുറച്ചുകൂടി ഉളുപ്പുണ്ട്. ഇത് കുടുംബമായിരുന്ന് കേൾക്കുന്നതാണ് എന്നവർക്കറിയാം. അൻഷാദെ, ഒരു ഇബിലീസിനെ കുറിച്ചിട്ടാണ് ഞാൻ കേൾപ്പിച്ചു തരുന്നത്, കേട്ടോ. പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഖലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയ സന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം?
ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. നിസാഉകും ഹർസുൻ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. നിങ്ങൾ നിസാക്കൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. ഇത് നമ്മൾ പറഞ്ഞാൽ ഇസ്ലാമിനെ പുച്ഛിക്കലാണ്, കളിയാക്കലാണ്, പരിഹസിക്കലാണ്, ഇസ്ലാമിനെ കുറ്റം പറയലാണ്, മാനവരിൽ മനോഹരനായ പ്രവാചകനെ അധിക്ഷേപിക്കലാണ് എന്ന് പറഞ്ഞ് ഇവര് രംഗത്ത് വരും. ഇത് അധിക്ഷേപമാണോ? ഇസ്ലാമിലുള്ള കാര്യങ്ങളാണോ? ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളാണോ? ഇല്ലാത്ത കാര്യങ്ങളാണോ? അദ്ദേഹം ഒരാൾ മാത്രം വന്ന് എൻ്റെ വാട്സപ്പിൽ പറഞ്ഞതിന്റെ പേരിലല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പലരും പറയുന്നു ഇസ്ലാമിനെ കുറിച്ച് അനാവശ്യം പറയുന്നു. അനാവശ്യം പറഞ്ഞ നബിക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് അനാവശ്യമായിരിക്കും. നബിക്ക് ഇത് ആവശ്യമായിരുന്നേ. അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ്, അത് ഭൂമിയാണ്. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. ആ വേദിയിൽ അദ്ദേഹം ഇരുന്നിട്ട് ആ സദസ്സിലെങ്ങാനും ഒരു പെണ്ണിനെ കണ്ടാൽ അയാൾ വേണമെങ്കിൽ ചെയ്തു വേണമെങ്കിലും കാണിക്കും എന്ന് ബാക്കി അയാളുടെ സംഭാഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണത്? പുറകിലൂടെയോ, കായിമത്തിൽ നിന്നുകൊണ്ടോ, താരികത്തിൽ മുത്തുകാലിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ ഇരുന്നുകൊണ്ടോ, മുസ്തൽഖിയത്തിൽ മലർത്തി കിടത്തിയോ, മുൽത്തജ്ജഹത്തിൽ ചരിച്ചു കിടത്തിയോ, മുഖബിലത്തിൽ മുൻഭാഗത്തിലൂടെയോ, മുദ്ബിറത്തിൽ പിൻഭാഗത്തിലൂടെയോ, ഇലാ മൗദിഇൻ ഫീ മൗദിഇൻ വാഹിദ്. പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. എങ്ങനെയാണ് നിങ്ങൾ സൗകര്യം പോലെ എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർ കുറെ സ്വർണ്ണം. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞതാണ് ഇതിന്റെ കോമഡി. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് മനസ്സിലായത് ഇത് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ഇത്തരം വൃത്തികേടുകൾ. ഇവന്റെയൊക്കെ പ്രഭാഷണങ്ങൾ കുടുംബമായിരുന്ന് കേൾക്കാൻ പറ്റുമോ? തലയ്ക്കകത്ത് ആളുതാമസമുള്ളവര് ചിന്തിച്ചു തുടങ്ങിയെന്നേ അവർക്ക് മനസ്സിലായി. വെറുതെയല്ല യുക്തിവാദികൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരാണ് ഇവരെന്ന് പറയുന്നത് വെറുതെയല്ല. ഫുള്ള് ചിന്തയും ഇതുമാത്രമാണ്. മനോഹരന്റെ കാമലീലകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് എന്തോ വലിയ സംഭവമാണ്. വെച്ചോ, കല്യാണം കഴിക്കാൻ നടക്കല്ലേ, എങ്ങനെയാകാം? ഹക്കീമെ അവനാ പറഞ്ഞു, ഇത് പറയാതെ പോകല്ലേ, എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും. അയലിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അയലിന്റെ സമയത്ത് ആ സമയത്തെങ്കിലും സ്ത്രീകളൊന്ന് രക്ഷപ്പെട്ടു കേട്ടോ. പീരിയഡ്സിന്റെ സമയത്ത് ബന്ധപ്പെടരുത് എന്ന് ഉസ്താദ് പറഞ്ഞു. തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും അതാ ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആള് ചെയ്തു കാണിച്ചേനെ. ഇലമാക്കൾ നമുക്കതാ മനസ്സിലാക്കേണ്ടത്. നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്രം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയസ്കലനം ഉണ്ടാക്കാൻ പാടില്ല. നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലി റളിയല്ലാഹു അൻഹു എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്? അതിലൂടെ അലി റളിയല്ലാഹു അൻഹു എതിർത്തിട്ടില്ലായിരുന്നെങ്കിൽ അതും അദ്ദേഹം ചെയ്ത് കാണിച്ചേനെ, വിശദീകരിക്കുകയും ചെയ്തേനെ. ഇങ്ങനെ വിശദീകരിച്ച് ഇത് സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കുന്ന ഒരു ചാരിതാർത്ഥ്യം കിട്ടുന്നുണ്ടാവും. പബ്ലിക്കായിട്ടൊരു വേദിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾ, മക്കളും ഭർത്താവും ഭാര്യയും സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ ആയിട്ടൊരു വേദിയിൽ വന്നിരിക്കുമ്പോൾ സംസാരിക്കുന്നതാണിത്. മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തിനാണിത്? നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം തരുന്നതിനാ. ഉസ്താദ് എങ്ങനെയുണ്ട്? ഇതൊന്നും ചില ആളുകളുടെ വിചിത്രമായ കാഴ്ചപ്പാടുകളിൽ വൃത്തികേടുകളല്ല. നിങ്ങൾക്കിത് സുന്നത്താണ്. കാരണം പ്രവാചകൻ പഠിപ്പിച്ച മാർഗങ്ങളാണല്ലോ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് സുന്നത്താണ്. തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് ഇത് വൻ വൃത്തികേടാണ്. നിങ്ങളുടെ ഈ വൃത്തികേടുകളും വഷളത്തരങ്ങളും
ഈ ലീലാവിലാസങ്ങളും കാമഭ്രാന്തുകളും ഒക്കെ പബ്ലിക്കിൽ വിളിച്ചു പറയുമ്പോഴുണ്ടല്ലോ, അതേ ആരിഫ്, ഇവന്റെയൊക്കെ സുന കോടാലിക്ക് തീർക്കണം, ഇബ്രാഹിം നബിയുടെ സുന വെട്ടിയതുപോലെ. അല്ലാതെ പിന്നെ എന്തു ഇതിന് പറയുന്നത്? സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണോ? ഇത് പറയുമ്പോൾ നിങ്ങൾ